ജയകേസരി ജ്യോതിഷ പന്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ ആഴ്ച എങ്ങനെയെന്ന് നോക്കാം. നമസ്കാരം. ജയകേസരി ചാനലിൻ്റെ നമ്മുടെ ഈ ആഴ്ച ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ എൻ വിഷ്ണു നമ്പൂതിരി, ആറ്റുകാൽ ചെട്ടുകാങ്ങര മുൻ മേൽശാന്തി. ഇന്ന് 2025 ഡിസംബർ 1 തീയതി തിങ്കളാഴ്ച, അശ്വതി ഭരണി കാർത്തികക്കാരും മേടക്കൂറിലുള്ള ജനങ്ങളുടെ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. മകയിര തരും തിരുവാതിര പുണർത്തി മുക്കാലും മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ച വ്യാഴം 2-ൽ നിന്ന് ജന്മത്തിലേക്ക് വരികയും ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾക്ക് മാറ്റം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ചന്ദ്രൻ്റെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. തൊഴിൽ സംബന്ധമായി അനുകൂല ഫലങ്ങൾ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ തൊഴിൽ സംബന്ധമായ ചില ഭീഷണികളും ഉണ്ടാകേണ്ടതാണ്. ഇതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന നടത്തേണ്ടതാണ്. അതുപോലെ ദൂരെ യാത്ര ചെയ്യേണ്ടതായിട്ട് വരാം. അതൊരു വീടിൻ്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടും വരാം. അടുത്തതായി കാർത്തിക മുക്കാലും രോഹിണി മകയിരത്തരും ചേർന്ന ഇടവക്കൂറുകാരുടെ ഫലം നോക്കുമ്പോൾ ആഴ്ചയുടെ ആദ്യം വളരെ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുകയും ആഴ്ചയുടെ മധ്യത്തോടുകൂടി ചില ദുരിതങ്ങൾ ഉണ്ടാകുകയും അവസാനത്തോടുകൂടി അനുകൂല ഫലങ്ങളോ ഉണ്ടാകുന്നതായിട്ടുമാണ് കാണുന്നത്. അതിന് ദൂരെ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ അനുകൂല ഫലം ഉണ്ടാകുന്നതാണ്. അതുപോലെ അപ്രതീക്ഷിതമായ ബന്ധുക്കൾ കാണാനുള്ള ഭാഗ്യവും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇടയ്ക്ക് ശത്രുക്കളിൽ നിന്നും ചില ഭീഷണികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. ദോഷഫലങ്ങൾ മാറുന്നതിനും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടി ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തേണ്ടതാണ്. അടുത്തതായി ഇന്ന് രേവതി നക്ഷത്രമാണെങ്കിലും 12-ൽ ചന്ദ്രൻ നിൽക്കുന്നെങ്കിലും 6-ൽ ഗ്രഹമുള്ളത് കൊണ്ട് ആ ദോഷം അനുഭവിക്കുന്നതല്ല. കാര്യജയം ധനലാഭമൊക്കെ ഉണ്ടാകേണ്ട സമയമാണ്. എന്നാൽ നാളത്തോടുകൂടി ചന്ദ്രൻ മാറുമ്പോൾ ചെറിയ ദോഷങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതാണ്. എന്നാൽ അതിൻ്റെ അടുത്ത 3 നാള്, അതായത് 3, 5, 7 നാളുകൾ എല്ലാ നാളുകാർക്കും അനുകൂലമല്ലാത്ത സമയമാണ്. അതൊഴിച്ച് ആഴ്ചയുടെ അവസാനത്തോടുകൂടി കാര്യവിജയവും ശത്രുവിജയമൊക്കെ ഉണ്ടാകുന്നതാണ്. ശത്രുവിനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ധനലാഭം ഉണ്ടാകുന്നതാണ്. ഭക്ഷണ സമൃദ്ധി, വസ്ത്രലാഭമൊക്കെ ഉണ്ടാകുന്നതാണ്. സമയദോഷം ജന്മനാളിലും ആൾക്കാർക്ക് നല്ലതല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ദോഷങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് ജന്മനക്ഷത്രത്തിൽ ഗണപതി ഹോമം, ആയുർ സൂക്ത അർച്ചന, ശിവന് ധാര എന്നിവ ചെയ്താൽ വളരെ വിശേഷമാണ് ഫലം ഉണ്ടാകുന്നതാണ്. മൃത്യുഞ്ജയ അർച്ചനയും നല്ലതാണ്. നമശിവായ ജപവും അനുകൂലമായിട്ടുള്ള ഫലത്തെ തരുന്നതാണ്. അടുത്തതായി പുണർത്തിക്കാലം പോയ ആയില്യവും കർക്കിടക കൂറുകാർക്ക് ആഴ്ചയുടെ തുടക്കത്തിൽ അനുകൂല ഫലമുണ്ടെങ്കിലും കാര്യവിഘ്നങ്ങൾ, അതുപോലെ ഉദ്ദേശിച്ച കാര്യത്തിൽ സ്ഥലത്ത് ചെന്ന് പറ്റാതെ വരിക, ശത്രുക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുണ്ടാകാൻ, സർക്കാർ സംബന്ധമായ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആഴ്ചയുടെ അവസാനത്തോടു കൂടി കാര്യങ്ങൾ കുറച്ച് മെച്ചപ്പെടാവുന്നതാണ്. എന്നാൽ മൃഗങ്ങളിൽ നിന്നൊക്കെ ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിത ധനച്ചെലവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ശത്രുസംഹാര പുഷ്പാഞ്ജലി നടത്തുക, അല്ലെങ്കിൽ നാരങ്ങാമാല കൊടുക്കുന്ന സമ്പ്രദായമുള്ള ക്ഷേത്രമാണെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ പഞ്ചാക്ഷരം ജപിക്കുക. ഇത് ചെയ്യേണ്ടതാണ്. അടുത്തതായി ഉത്രത്തി മുക്കാലും അത്തം ചിത്തിര അരയും ചേർന്ന കന്നിക്കൂറുകാർക്ക് ആഴ്ചയുടെ ആദ്യം ചില അനുകൂല ഫലങ്ങളൊക്കെ ഉണ്ടാകും.
എന്നാൽ ആഴ്ചയുടെ അവസാനത്തോടു കൂടി ചില ജലഭയം ഉണ്ടാകുക, ബന്ധുക്കളോട് കലഹമുണ്ടാകുക, ഇങ്ങനെ ധനം അപ്രതീക്ഷിതമായി ജോലിയുടെ കാര്യത്തിന് വേണ്ടി ധനം ചെലവാക്കേണ്ടി വരിക, ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും അത് മാറുന്നതിന് വേണ്ടിയിട്ട് ദുർഗാക്ഷേത്രത്തിൽ ദേവി മഹാത്മ്യ പുഷ്പാഞ്ജലി നടത്തുക, അല്ലെങ്കിൽ അന്നദാനങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ മഞ്ഞ കർച്ചീഫ് കയ്യിൽ കരുതുക, അല്ലെങ്കിൽ മഞ്ഞ ചരട് കെട്ടുക. ഇതൊക്കെ അനുകൂല ഫലം ഉണ്ടാകാൻ നല്ലതാണ്. അടുത്തതായി മകം പൂര ഉത്രത്തിക്കാലം ചിങ്ങക്കൂറ് ജനിച്ചവരുടെ ഫലം നോക്കുമ്പോൾ ആഴ്ചയിൽ 1-ാം തീയതി അനുകൂലമല്ലാത്ത ഫലങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും തുടർന്ന് അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാകേണ്ടത്. വ്യാഴം 11ലേക്ക് മാറുമ്പോൾ കഴിഞ്ഞ മാസമായിട്ട് ഒരു മാസത്തിന് മുകളിലായിട്ടുണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുകയും അപ്രതീക്ഷിത ധനലാഭങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. എന്നാൽ അഷ്ടമരാശിക്കൂറിൽ നിൽക്കുന്ന സമയം തുടക്കമായതുകൊണ്ട് മൃത്യുഞ്ജയ മന്ത്ര അർച്ചന നടത്തുക ശിവന്, അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന നടത്തുക, ഭാഗ്യസൂക്താർച്ചന നടത്തുക. ഇതൊക്കെ ചെയ്താൽ വളരെയധികം അനുകൂല ഫലം ഉണ്ടാകുന്നതാണ്. മാത്രമല്ല ഈ ആഴ്ചയിൽ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താൻ സാധ്യതയുണ്ട്. അടുത്തതായി ഉത്രാടത്തി, മുക്കാലും, തിരുവോണ, ഔട്ടത്തരം, മകരക്കൂറുകാർക്ക് ആഴ്ചകളിലെ ആദ്യത്തെ ദിവസങ്ങളിൽ അനുകൂല ഫലമുണ്ടാകും. എന്നാൽ 4, 5, 6 തീയതികളിൽ ചില ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നതാണ്. എന്നാൽ ആഴ്ചയിലെ ആദ്യ സമയത്ത് പ്രേമകാര്യങ്ങളിൽ അനുകൂല നേട്ടമുണ്ടാകുകയും വസ്ത്രലാഭവും കാര്യജയവും ഒക്കെ ഉണ്ടാകും. 4, 5, 6 ദിവസങ്ങളിലുള്ള 5 തീയതികളിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും 7-ാം തീയതിയോടുകൂടി അനുകൂല ഫലം ഉണ്ടാകുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങയടിക്കുക, കറുക മാല ചാർത്തുക, അതുപോലുള്ള ഗണപതി മന്ത്രങ്ങൾ ജപിക്കുക. പിന്നെ ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക. ഇതൊക്കെ ചെയ്യുന്നത് അനുകൂല ഗുണമാണ്. കറുപ്പ് ചരട് കെട്ടുന്നതും അനുകൂല ഫലത്തെ ചെയ്യുന്നതാണ്. അടുത്തതായി ഔട്ടത്തരയും, ചതയം, പൂട്ടാതി, മുക്കാലും, കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച വളരെ പൊതുവെ നല്ല സമയങ്ങളാണ്. അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. നാട്ടിലേക്ക് വരാൻ ശ്രമിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നത് ഒന്ന് മാറിയിട്ട് അനുകൂലമായ ഫലങ്ങൾ വരാൻ സാധിക്കേണ്ടതാണ്. ഭാര്യയായിട്ട് പിരിഞ്ഞു താമസിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ യോജിക്കാൻ സാധിക്കേണ്ടതാണ്. അതുപോലെ തടസ്സങ്ങളും കടങ്ങളും ഒക്കെ വീട്ടാൻ പറ്റുന്നതാണ്. കോടതി കേസ് കാര്യങ്ങളിലൊക്കെ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകേണ്ടതാണ്. നിയമപരമായിട്ടുണ്ടായിരുന്ന കുരുക്കുകളൊക്കെ മാറുന്നതാണ്. ഈ ആഴ്ച പൊതുവെ നല്ല ഫലമാണ് ഉണ്ടാകുന്നത്. അതിൽ ഗുണങ്ങളിൽ കൂടുതലായിട്ട് ലഭിക്കുന്നതിന് ശാസ്താവിന് നീരാഞ്ജനമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്തതായി ചിത്തിരേരി, ചോതി, വിശാഖത്തി, മുക്കാലും, തുലാക്കൂറുകാരുടെ ഫലങ്ങൾ. ആഴ്ചയുടെ തുടക്കത്തിൽ ചില ബുദ്ധിമുട്ടുകളും തസ്കര ഭയം, അല്ലെങ്കിൽ കള്ളന്മാർ സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകാതെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ആയുധം, അതുപോലെ അപകടം തുടങ്ങിയതിൽ നിന്ന് ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആഴ്ചയുടെ പകുതിക്ക് ശേഷം, 5-ാം തീയതിക്ക് ശേഷം അനുകൂല ഫലവും ചില ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ചില വിൽപ്പന നടക്കാതിരുന്ന വസ്തുക്കളുടെ വിൽപ്പന, സാധനങ്ങളുടെ വിൽപ്പന, അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ടാകും. ചില വാഹന ലാഭങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കച്ചവട സംബന്ധമായി ഉള്ളവർക്ക് ആഴ്ചയ്ക്ക് പകുതിക്ക് ശേഷം അനുകൂല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. അതിനുവേണ്ടി ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതോടൊപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചനയും ദേവീക്ഷേത്രത്തിൽ ശ്രീ സൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ ഫലം ചെയ്യുന്നതാണ്. അടുത്തതായി മൂലം, പൂരാട, ഉത്രാടത്തിക്കാലം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ ആഴ്ച ആദ്യ ദിവസം പ്രത്യേക ചില ബഹുമതികളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്.
ധനലാഭവും കാര്യ വിജയമൊക്കെ ഉണ്ടാകുന്നതാണ്. എന്നാൽ 2, 3, 4 തീയതികളിൽ വളരെ വാതരോഗം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, ഓർക്കാപ്പുറത്തുള്ള ബുദ്ധിമുട്ടുകൾ, ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ, ശത്രുദോഷങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഉദരസംബന്ധമായ രോഗമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ 5-ാം തീയതിക്ക് ശേഷം അനുകൂലമായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകി ഈ ദോഷങ്ങളൊക്കെ മാറി കിട്ടുന്നതുമാണ്. ഇതിനു വേണ്ടിയിട്ട് തീർത്ഥയാത്രകൾ നടത്തുക, അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കാതിരിക്കുക, അവർക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ പുരാണ പാരായണങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ നാമജപങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം ദോഷങ്ങളെ മാറ്റുന്നതാണ്. മൃത്യുഞ്ജയ മന്ത്രാർച്ചന ശിവക്ഷേത്രത്തിൽ ചെയ്യുന്നതും അനുകൂല ഫലം ചെയ്യുന്നതാണ്. അടുത്തതായി പൂരിട്ടാതി കാലും ഉത്രട്ടാതി രേവതിയും ചേർന്ന മീനക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ല ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ദൂരയാത്ര ശ്രമിക്കുന്നവർക്ക് അനുകൂല ഫലം, വിദേശയാത്ര ശ്രമിക്കുന്നവർക്ക് അനുകൂല ഫലം, വിദ്യാഭ്യാസപരമായിട്ട് അനുകൂലമായ കാലഘട്ടമാണ്. അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ കുടുംബത്തിലെ ഭാഗമെപ്പ് അതുപോലുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്നവർക്ക് അതിന് നടക്കാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ ബന്ധുഗൃഹങ്ങളിലൊക്കെ ടൂർ പോകാനും ഒക്കെ സാധ്യത ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. പൊതുവെ ധനപരമായി ഗുണമുണ്ടാകുന്ന സമയം കൂടിയാണ്. എന്നാൽ ജന്മശനിയായ ഈ കാലഘട്ടത്തിൽ ശാസ്താവിന് നീരാജനം കഴിക്കുക, അല്ലെങ്കിൽ ഇളപായസം കഴിക്കുക, കറുത്ത വസ്ത്രം കറുത്ത ചരട് കൈ കിട്ടുക, ഇതൊക്കെ അനുകൂല ഫലം ചെയ്യുന്നതാണ്. ഭസ്മധാരണത്തെക്കുറിച്ച് പലരും ചോദിച്ചിരുന്നു. ഭസ്മധാരണം സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന സാമാന്യ വിധി എന്നുള്ളത് രാവിലെ കുഴച്ച് ഭസ്മം തൊടുക, 3 വിരൽ കൊണ്ട് തൊടുക എന്നാണ്. പഞ്ചാക്ഷരം, അതായത് നമഃശിവായ ജപിച്ചുകൊണ്ട് എല്ലായിടത്തും നെറ്റി, ശിരസ്, നെറ്റി, ഹൃദയം, 2 കൈയുടെ ഭാഗങ്ങൾ ഒക്കെ തൊടാവുന്നതാണ്. എന്നാൽ മന്ത്രദീക്ഷയൊക്കെ എടുത്തിട്ടുള്ളവർക്കാണെങ്കിൽ ശന്നോ ദേവി രഭിഷ്ടയ ആബോഭന്തു വീരേ ശയ്യോ രവിസ്രൗദ്ര എന്നുള്ള മന്ത്രം കൊണ്ടാണ് സാധാരണ ഭസ്മം കുഴയ്ക്കുന്നത്. അതിനുശേഷം സരസ്വതി, മേധാവി, തേജസ്വി, വർച്ചസ്വി, ബ്രഹ്മോർച്ചസ്വി, ആയുഷ്മാൻ, ഭൂയാസം എന്നുള്ള മന്ത്രം കൊണ്ട് ദീക്ഷ ചെയ്യുന്നവർക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഭസ്മം കുഴച്ച് കഴിഞ്ഞാൽ ആ കഴുകുന്ന ജലം കുടിക്കുകയാണ് വേണ്ടത്, കളയരുതെന്ന് പറയും. നമോ ബ്രഹ്മണേ ധാരണമേ അസ്തു അനുരാകരണം ധാരീത ഭൂയാസം കർണയോ സുതമാച്ചി ധൂമ മാമുഷ്യവും എന്ന് മന്ത്രം കൊണ്ട് കുടിക്കുന്ന പതിവുണ്ട്. ഭസ്മാന്തം ശരീരം എന്നാണ് പറയുന്നത്. ഭസ്മത്തിന് ദുർനീര് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. പണ്ടത്തെ കാലത്ത് മുറിവ് പോലും ചാണകം ചുട്ട ഭസ്മം തൊട്ട് വെച്ചിട്ടാണ് അത് കരിക്കാറ് പതിവ്. അപ്പോൾ ഇന്നത്തെ ഭസ്മം അങ്ങനെ കിട്ടുന്ന ക്വാളിറ്റി എങ്ങനെയുണ്ടോ എന്നൊന്നും അറിയില്ല. സന്ധ്യയ്ക്ക് ഭസ്മം കുഴച്ച് വൈകിട്ട്, രാവിലെയും വൈകിട്ടും ഭസ്മം ധരിക്കേണ്ടതാണ്, എങ്കിലും വൈകിട്ട് കുഴച്ചു തൊടാറില്ല. എന്നാൽ പ്രദോഷ ദിവസം വൈകിട്ടും ഭസ്മം കുഴച്ചു തൊടും. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉപവാസം പഞ്ചാക്ഷര ജപമായിട്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്നും ഒരു പക്ഷമുണ്ട്. എങ്കിലും ഭസ്മം വളരെ വിശേഷമാണ്. എന്നാൽ കുലവാലായ്മകളൊക്കെ ഉള്ള സമയത്തും ഭസ്മം കുഴയ്ക്കാതെ തൊടാം, അല്ലെങ്കിൽ ബലി ഇട്ടതിന് ശേഷമേ ഭസ്മം തൊടത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കുറേ നിഷ്കർഷകൾ ഉണ്ട്. ഭസ്മം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരം തന്നെയാണ്. നന്ദി, നമസ്കാരം.